ആളുകൾ പെർഫോം ചെയ്യുന്നില്ല, ഒരുപാട് സ്ട്രെസ് എടുത്തിട്ടാണ് കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നത്. ആൻഡ് ഓണർ പിന്നിൽ നിന്ന് പുഷ് ചെയ്താലേ കാര്യങ്ങൾ നടക്കൂ. ഒന്നാൾ മാറി നിന്ന് കഴിഞ്ഞാൽ എല്ലാം ഡൗൺ ആവും. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിൻ്റെ റൂട്ട് കോസ് എന്താണ് സാർ? ഈ ഒരു പ്രശ്നത്തിൻ്റെ റൂട്ട് കോസ് പലപ്പോഴും പല ബിസിനസ് ഓണേഴ്സും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ പറയാറുണ്ട്. പലപ്പോഴും ഇതിനെ ബ്ലെയിം പോകുന്നത് ടീമിലേക്കാണ്. അതായത് ഞാനൊന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് ഒരു കാര്യം ഞാൻ ഉദ്ദേശിച്ച രൂപത്തിൽ നടക്കുന്നില്ല. ആക്ച്വലി ഇത് പ്രശ്നം ആളുകളുടേതല്ല, ഇത് ഒരു ഡിസൈൻഡ് ഇഷ്യൂ ആണ്. അതായത് നിങ്ങൾ ആ രീതിയിലാണ് ഇപ്പം ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് അതിൻ്റെ ഒരു അക്കൗണ്ടബിലിറ്റി ആസ് എ ബിസിനസ് ഓണർ നിങ്ങൾ തന്നെ ഏറ്റെടുത്തിട്ട് അതിനെ നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിലേക്കുള്ള ഒരു സിസ്റ്റമായിട്ട് ഡിസൈൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ആളുകൾ പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതിന് കൃത്യമായിട്ടുള്ളൊരു ഡിസൈൻ വേണം, ഒരു സ്ട്രക്ചർ വേണം. അതായത് ഒരാൾക്ക് ആൾ ചെയ്യാനുള്ള ജോലിയെക്കുറിച്ച് കൃത്യമായിട്ട് ക്ലാരിറ്റി വേണം. എന്തൊക്കെ ജോലിയാണ് ഇവിടെ ചെയ്യേണ്ടത്, എന്തെല്ലാം ഔട്ട്കമാണ് ആസ് എ ബിസിനസ് ഓണർ ഞാൻ പ്രതീക്ഷിക്കുന്നത്, എന്തൊക്കെയാണ് ഡെഡ് ലൈൻസ് ഉള്ളത്, അതേപോലെ തന്നെ ഓരോ കാര്യങ്ങളും ചെയ്തെടുക്കേണ്ട ഒരു രീതി, അല്ലെങ്കിൽ അവർ കൊണ്ടുവരുന്ന റിസൾട്ട് എന്തൊക്കെയാണ്, അതേപോലെ തന്നെ അവർ പെർഫോം ചെയ്തിട്ടില്ലെങ്കിൽ കോൺസിക്വൻസ് എന്തൊക്കെയാണ്, ഇതെല്ലാം കൃത്യമായിട്ട് സെറ്റ് ചെയ്യണം. അത് എംപ്ലോയിയുമായിട്ട് കൃത്യമായിട്ട് അല്ലെങ്കിൽ ടീമുമായിട്ട് ഇരുന്ന് ക്ലാരിറ്റി ഉണ്ടാക്കണം. അപ്പം ഇത്തരത്തിലുള്ള ഒരു രീതി ഇല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും ഈ പറഞ്ഞ ഓണർ പുഷ് ചെയ്യുന്ന രീതിയിൽ മാത്രം കാര്യങ്ങൾ നടക്കുന്നത്. അപ്പം അതിന് പകരമായിട്ട് ഇത്തരത്തിലുള്ള ഡിസൈൻസ് സെറ്റ് ചെയ്യാം. അതായത് ആളുകൾ അക്കൗണ്ടബിൾ ആക്കുന്ന, അവർ തന്നെ കാര്യങ്ങൾ ചെയ്തെടുക്കുന്ന, അവർ തന്നെ ഗോൾ സെറ്റ് ചെയ്യുന്നു, അവർ തന്നെ അതിലേക്കുള്ള ആക്ഷൻ എടുക്കുന്നു, അവർ തന്നെ എടുത്ത ആക്ഷൻസ് അപ്ഡേറ്റ് ചെയ്യുന്നു, അവർ തന്നെ നിങ്ങൾക്കുമായിട്ടുള്ള റിവ്യൂ മീറ്റിംഗ് വിളിക്കുന്നു. ഇത്തരത്തിലൊരു സിസ്റ്റം ഡിസൈൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്താവും, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ റിസോൾവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ബിസിനസ്സിൻ്റെ, ഈ സ്ഥാപനത്തിൻ്റെ കൾച്ചർ എന്ന് പറയുന്നത് എപ്പോഴും മുകളിൽ നിന്ന് താഴോട്ട് പോകേണ്ടതാണ്. അതായത് നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതാണ് ആക്ച്വലി മറ്റുള്ള ആളുകളും ആ രീതിയിൽ തന്നെ ബിഹേവ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഇത്തരത്തിലുള്ള ഒരു ഡിസൈൻ സെറ്റ് ചെയ്ത് നോക്കൂ, തീർച്ചയായിട്ടും ആ രൂപത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. അപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ആളുകളെ ബ്ലെയിം ചെയ്യുന്നതിന് പകരമായിട്ട് അതിൻ്റെ അക്കൗണ്ടബിലിറ്റി ബിസിനസ് ഓണർ ഏറ്റെടുത്തിട്ട് ആ ഒരു രീതിയിലേക്കുള്ള ആളുകൾ പെർഫോം ചെയ്യാനും അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കുന്നൊരു സിസ്റ്റം ഡിസൈൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ്.